അപ്പോഴാണ് ഇവരിങ്ങനെ രക്ഷപ്പെട്ട കാര്യം രാജാവും അറിയാൻ വരുന്നത്. അങ്ങനെ ഇവർ രക്ഷപ്പെട്ട് ആ ഹാൻഡ് ബാഗ് തപ്പി പോകുമ്പോഴാണ് ഗിൽഗുമാണ് അവളുടെ അച്ഛൻ ജീവനോടാണെന്ന് അറിയത്തില്ല അദ്ദേഹത്തിന്റെ നാടടുത്തെന്ന് അറിയും. കൂടാതെ അമ്മയുടെ കൂടെ ഇവൾ അന്വേഷിക്കാൻ പോയപ്പോൾ അമ്മയെ ആൾക്കാർ അറ്റാക്ക് ചെയ്ത് മരണപ്പെട്ടെന്ന് അറിയുമ്പോൾ ഇത് കേട്ട് ജിയോങ്ങാണ് അവൾക്ക് ഇത് കേട്ട് വിഷം വരാമെന്ന് അറിയും. അതുകൊണ്ട് ഇവളുടെ അച്ഛനമ്മയെ കുറിച്ച് ചോദിച്ച് അവൾ വേദനിപ്പിച്ചാൻ ചോദിക്കുമ്പോൾ ഗിൽഗുമാണ് അതൊന്നും കുഴപ്പമില്ലെന്ന് അറിഞ്ഞ് അതിന് ഇവൾ എന്തോ ചോദിക്കും. അപ്പോഴാണ് ജിയോങ്ങും എങ്കിൽ പിന്നെ ഇവളുടെ കൂടെ അവളുടെ വീട്ടിലേക്ക് വരുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൾ സന്തോഷിത്തി അവൾക്ക് വരാൻ പറ്റുവാണ് എങ്കിൽ പിന്നെ അവളും കൂടെ വരാമെന്ന് പറയും. അതിനേശം ഇവരുണ്ട് സംസാരിച്ചുകൊണ്ട് ആ മലയുടെ മുകളിലേക്ക് വന്ന് എത്തുമ്പം അവളാണ് ഇതേ സ്ഥലം തന്നെയാന്ന് പറഞ്ഞ് അവളുടെ ബാഗ് തപ്പിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇവർ രണ്ടുപേരും കറക്റ്റ് അവൻ എവിടേക്കാണ് എറിഞ്ഞ് ആ സ്ഥലത്തേക്ക് ചെന്ന് തപ്പിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഗിൽഗുമാണ് പെട്ടെന്ന് പേടിച്ചിട്ട് ഇവിടേക്ക് ആരൊക്കെയോ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് നോക്കാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവളും ഇവിടെ ആരാ വന്നേന്ന് പറഞ്ഞ് അവൾ എഴുന്നേറ്റ് നോക്കുമ്പോ തന്നെ രാജാവിനെ കണ്ട് അവൾ മൊത്തത്തിൽ പേടിച്ചു പോകും. അതിനേശം അവനും ഇവന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ നോക്കിയോന്ന് പറഞ്ഞ് അവന്റെ ആൾക്കാരായിട്ട് അവിടേക്ക് വരുമ്പം അവളാണ് കളഞ്ഞുപോയ ബാഗ് കണ്ടെത്താൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറയും. അപ്പോഴാണ് അവനും കളഞ്ഞുപോയ ബാഗിന് വേണ്ടി ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട് നീ വന്നോന്ന് പറഞ്ഞ് ഇവളുടെ ജീവനെക്കാളും വിലപ്പെട്ടതാണെന്ന് ചോദിക്കുമ്പം അവളാണ് ഇവളുടെ ജീവന്റെ അതേ വില ആ ബാഗിനുണ്ടെന്ന് അറിയും. അങ്ങനെ അതിനകത്തൊരു ബുക്കുണ്ട്. ആ ബുക്ക് ഉണ്ടെങ്കിൽ ഇവൾക്ക് തിരിച്ച് വീട്ടിൽ പോകാൻ പറ്റത്തുള്ളെന്ന് അവനോട് ആ കാര്യം പറയുമ്പം അവന്റെ ആൾക്കാരെ പറഞ്ഞയച്ച് അവളുടെ ബാഗ് എടുക്കാൻ വേണ്ടി പറയും. അങ്ങനെ അത് കണ്ണി കാണുമ്പോഴാണ് ഇവൾക്ക് തിരിച്ച് ജീവൻ കിട്ടിയ സന്തോഷം കാണും. അതുകൊണ്ട് ഇപ്പോഴെങ്കിലും ആ ബുക്ക് വായിച്ച് വീട്ടിൽ പോകാലെന്ന് പറഞ്ഞ് അവൾ ഹാപ്പി ആയിട്ടിരിക്കുമ്പം അവൻ ഇതല്ല ബാഗ് എന്ന് പറഞ്ഞ് ഇപ്പൊ നല്ലോണം എടുത്ത് താഴേക്ക് എറിയും. അതോടെ അവളാണ് ദേഷ്യത്തി നീക്ക് എന്തൊരു ജീവിയുടെ തോൽവി എന്ന് പറഞ്ഞ് അവനെ കുറെ തെറി വിളിക്കുമ്പം ഇത് കേട്ട് അവനും വീണ്ടും നിന്റെ അങ്ങനത്തെ സംസാരം തുടങ്ങിയോ, ഒരു രാജാവിനോട് നീ സംസാരിക്കുന്ന ഓർക്കണം എന്നിന് അവൻ ദേഷ്യപ്പെടുമ്പം ഇവളാണ് സോര് പറഞ്ഞിട്ട് അവൾക്ക് ആ ബാഗിനകത്തുള്ള ബുക്ക് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണെന്ന് പറയും. അങ്ങനെ വിലപ്പെട്ട സാധനം ഇവൾക്ക് കണ്ടത് തരുവാണ് ഇവൾ തിരിച്ച് എന്ത് വേണമെങ്കിലും ചെയ്യാന്ന് പറയുമ്പം അവൻ എന്ത് വേണമെങ്കിലും ചെയ്യാന്ന് പറഞ്ഞ് ചിരിച്ചോണ്ട് ഇവളെ നോക്കി ചോദിക്കും. അതോടെ അവളാണ് ഇവൻ എന്തോ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞ് അവൾക്ക് മൊത്തത്തിൽ പേടിയാകും. അങ്ങനെ അടുത്ത ദിവസം ഇവരെ വീണ്ടും ജയിലിലാക്കി കൊട്ടാരത്തിലേക്ക് വിളിച്ചോണ്ട് പോകുമ്പം ഇവളാണ് ദേഷ്യത്തി ഫ്രണ്ടിൽ പോയിക്കൊണ്ടിരിക്കുന്ന രാജാവിനെ നോക്കി തെറി വിളിച്ചോണ്ടിരിക്കും. അങ്ങനെ ഗണ്ണുണ്ടായിരുന്നെങ്കിൽ അവനെ ഷൂട്ട് ചെയ്ത് കൊല്ലുമെന്ന് പറയുമ്പം ഇവള് പറയുന്നൊന്നും മനസ്സിലാവാതെ അവനും ഇവള് കാണിക്കുന്ന പോലെ തന്നെ അവൾക്ക് നേരെ ഗണ്ണൊക്കെ ഇങ്ങനെ കാണിക്കും. എന്നിട്ട് ഇവിടെ മൊക്ചുവിന്റെ അടുത്ത് ആ പ്രിൻസ് ജീസാനാണ് ഇവരുടെ ആൾക്കാരാണ് ഇവർ പറയാതെ രാജാവിനെ കൊല്ലാൻ നോക്കിയെന്ന് പറയും. അങ്ങനെ നമ്മൾ സമയം നോക്കി വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറയാതെ അവന്മാർക്ക് ഇങ്ങനെ ചെയ്യുവാണ് അത് നമുക്കായിരിക്കും ഡേഞ്ചർ എന്ന് പറഞ്ഞ് പ്രിൻസ് ജീസാനും അങ്ങനത്തെ ആൾക്കാരൊന്നും ഇതിനെ കൂടെ വെക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഇവ രണ്ടുപേരും രാജാവിന്റെ കൂടെ തന്നെ ഇരുന്നോണ്ട് അവനെ കൊല്ലാൻ വേണ്ടി നോക്കുക. അങ്ങനെ അവന്റെ അമ്മയുടെ മരണം വെച്ച് തന്നെ അവനെ ദേഷ്യപ്പെടുത്തി അവനെ മൊത്തം തകർക്കണമെന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്തോണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം മൊക്ചു ആണ് രാജാവിന്റെ കൂടെ തന്നെ ആ ഗവർണറിന്റെ പേരക്കുട്ടി വരുമെന്നറിഞ്ഞ് അവളല്ല ഇനി ആര് വന്നാലും ഇവളായിരിക്കും അവസാനം വരെ രാജാവിന്റെ പെണ്ണെന്നറിഞ്ഞ് അവൾ ദേഷ്യത്തിൽ ഇവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. ഇതേസമയം കൊട്ടാരത്തിൽ എത്തുന്ന വഴിക്ക് അവിടുത്തെ പിള്ളേരൊക്കെ ഇവളെ പ്രേതെന്ന് പറഞ്ഞ കല്ലെടുത്ത് എറിഞ്ഞുകൊണ്ടിരിക്കും. അതോടെ അവളാണ് ദേഷ്യത്തി നിങ്ങൾക്ക് പ്രേതത്തിനെ കാണുന്ന ഞാൻ കാണിച്ചു തരാളാ എന്നിന് അവളുടെ കൂട്ടുകാരും കൂടെ അവളും ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് കാണുന്ന രാജാവാണ് അവന് സ്വന്തമായിട്ടുള്ള ഒരു സാധനത്തിന് മറ്റുള്ളവരെ എങ്ങനെയൊന്ന് ശല്യപ്പെടുത്തുമെന്ന് അറിഞ്ഞ് അവർക്കെല്ലാം പാഠം പഠിപ്പിക്കാൻ പോകുന്നറിയും. ഇതേക്ക് അവളാണ് ഒരു സാധനമായിട്ട് ഇപ്പൊ പറഞ്ഞു ചോദിക്കുമ്പോൾ അവനും ഇനി അവന്റെ അനുവാദം ഇല്ലാതെ ഇവൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയും. അതുകൊണ്ട് ഇവള് സന്തോഷത്തിൽ ജീവിക്കാൻ തയ്യാറായിക്കോന്നറിഞ്ഞ് അവൻ അവളെ പേടിപ്പിച്ചിട്ട് പോകും. അങ്ങനെ കൊട്ടാരത്തിൽ വന്നതിന് ശേഷം മൊക്ചു ഓടിച്ചെന്ന് രാജാവിനെ ചെന്ന് ഹഗ് ചെയ്യുമ്പം അവനാണ് സന്തോഷത്തിൽ ഇവൾക്കൊരു കാര്യം കാണിച്ചിടണമെന്ന് പറഞ്ഞ് നേരെ ജിയോങ്ങിന്റെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് പോകും. അങ്ങനെ അവൻ കാട്ടി വെച്ച് കണ്ടെത്തിയ ഒരു ഗിന്യ ഇവളെന്ന് പറയുമ്പം ഇത് കണ്ടിട്ട് മൊക്ജുയും രാജാവ് ആദ്യമായിട്ടാണല്ലോ ഒരു പെണ്ണിനെ ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ടെന്നേക്കെന്ന് പറഞ്ഞ് അവൾ ആരായിരിക്കും പറഞ്ഞ് ആലോചിച്ചോണ്ടിരിക്കും. അങ്ങനെ ഗവർണറിന്റെ പേരക്കുട്ടിയൊന്നല്ല. അങ്ങനെ അതുകൊണ്ട് ഇതേതാ പെണ്ണെന്ന് അവൾ ചോദിക്കുമ്പം അവനാണ് ഇത് പെണ്ണൊന്നല്ല ഇതൊരു പ്രേതമെന്നറിയും. അങ്ങനെ ഈ ഗിന്നുവിനെ അവന്റെ കൂടെ തന്നെ വെച്ച് അവൻ കുറച്ച് പാഠം പഠിപ്പിക്കാൻ പോകുന്നറിയുമ്പം ഇവളാണ് പേടിച്ചിട്ട് ഈ മൊക്ചുവിന്റെ ഫ്രണ്ട് വെച്ച് ഇവനിങ്ങനെ ടച്ചൊക്കെ ചെയ്ത പിന്നെ ഇവൾ എന്തെങ്കിലും പ്ലാൻ ചെയ്ത് കൊല്ലുമെന്ന് പറഞ്ഞ് അവളുടെ ക്യാരക്ടർ മനസ്സിലാക്കി പേടിച്ചിരിക്കും. ഇപ്പൊ രാജാവായിട്ടുള്ള ഹീഗുനും ജിയോങ്ങിനും ഇവിടെ താമസിക്കാൻ ഒരു സ്പെഷ്യൽ പ്ലേസ് ഉണ്ടെന്ന് പറയുമ്പം മൊക്ചു ആണെ കുറച്ച് ജലസായി അവളെ റാണി താമസിക്കുന്ന മുറിയിലേക്കാണോ മാറ്റാൻ പോകുന്ന ചോദിക്കും. അപ്പോഴാണ് ഇത് കേൾക്കുന്ന അവനും ഇവളെന്തോ ഇപ്പൊ അസൂയപ്പെടുവാണെന്ന് അറിഞ്ഞ് അവൻ ആ ഗിന്നു പ്രേതത്തിന് ആ മുറിയിലേക്കൊന്നല്ല മാറ്റാൻ പോകുന്നത് അതിനേക്കാളും സ്പെഷ്യൽ ആയിട്ടുള്ള സ്ഥലത്തേക്ക് അവൾക്ക് താമസം കൊടുക്കാൻ പോകുന്നതെന്ന് അറിയും. അങ്ങനെ ഇത് കേട്ട് ഇവൾ കുറെ ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് സത്യം പറഞ്ഞ അവർ രണ്ടുപേരും പിടിച്ചിട്ടേക്കുന്ന ജയിലിലാണ്. അതുകൊണ്ട് അവർ രണ്ടുപേരും കൂടെ ഇതായിരുന്നു സ്പെഷ്യൽ പ്ലേസ് എന്ന് പറഞ്ഞ് അവർ വീണ്ടും ജയിലിൽ പെട്ടുപോയി കിടക്കും. അതിനുശേഷം ഇവിടെ മൊക്ചു ആണ് രാജാവിന്റെ ദേഹത്ത് കുത്തിയിരുന്ന് അമ്പെടുത്തിട്ട് അവിടുത്തെ ജോലിക്കാരോട് ചെന്ന് പ്രിൻസ് ജീസാനോട് കൊടുക്കാൻ വേണ്ടി പറയും. അങ്ങനെ അന്ന് രാത്രി ജിയോങ്
ജിയോങ് അവിടെ ജയിലിൽ കടന്നുറങ്ങിക്കൊണ്ടിരിക്കുമ്പം പെട്ടെന്നൊരുത്ത് മാസ്ക് ഇട്ടുണ്ടെന്ന് ഇവരെ രക്ഷിച്ചു കൊണ്ടുപോകാൻ വേണ്ടി വരും. അങ്ങനെ അതുകൊണ്ട് അവർ രണ്ടുപേരും കൂടെ സന്തോഷിച്ച് ഇവന്റെ കൂടെ രക്ഷപ്പെട്ട് അവിടെ നിന്ന് പുറത്തേക്ക് പോകുമ്പോഴാണ് സത്യം പറഞ്ഞ അവന് രാജാവിന്റെ ഒരാൾ തന്നെയാ. അങ്ങനെ ഇവരെ ഒരു ഫംഗ്ഷന് വിളിച്ചോണ്ടാവാൻ വേണ്ടിയാണ് അവൻ അങ്ങനെയൊക്കെ ഇവരെ പറ്റിച്ച് വിളിച്ചോണ്ടെന്ന്. അങ്ങനെ ആ സ്ഥലത്ത് നടക്കുന്ന ഫെസ്റ്റിവലെ കണ്ട് ഇവര് മൊത്തത്തിൽ അന്തം വിട്ട് നിൽക്കുമ്പം ആ കൂട്ടത്തിൽ തന്നെ എല്ലാരും മാസ്ക് ഇട്ടായിരിക്കും ഇരിക്കുന്നത്. അതുകൊണ്ട് ഇവരെ വിളിച്ചോണ്ടെന്ന ആളെ ഇവർക്ക് മിസ്സായി പോകുമ്പം ആ കൂട്ടത്തിൽ മാസ്ക് ഇട്ട ഒരാളും പരിപാടി കണ്ട് ഇവർക്ക് ഇഷ്ടപ്പെട്ടവൻ ചോദിക്കും. അപ്പരാണ് ജിയോങ്ങും രക്ഷപ്പെടുത്തി വിളിച്ചോണ്ടെന്നിട്ട് ഇപ്പൊ എല്ലാവരും വേണ്ടി കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് അവളും കുറച്ച് ദേഷ്യത്തിലേക്ക് ഇരിക്കുമ്പം പെട്ടെന്ന് ആ മാസ്ക് ഊരി ആ നിൽക്കുന്ന രാജാവാന്ന് കാണിക്കും. അതുകൊണ്ട് ഇവർ രണ്ടുപേരും കണ്ട് പേടിച്ചിരിക്കുമ്പം അവൻ ഈ പരിപാടി കാണാൻ വേണ്ടി വിളിച്ചോണ്ടെന്ന്, അല്ലാതെ ഇവരെ രക്ഷപ്പെടുത്തി തരാനല്ല വിളിച്ചോണ്ടെന്ന് പറയും. അപ്പരാണ് ഇത് കേൾക്കുന്ന അവൾക്ക് മനസ്സിലാന്ന്. അപ്പൊ ഇവര് വിളിച്ചോണ്ടെന്ന് അവനും ഇവന്റെ കൂട്ടാളി തന്നെയാണ്. അപ്പരാണ് അവന് മാസ്ക് ഊരിയിട്ട് അവന്റെ പേര് ഗൊങ്കില്ല എന്ന് പറഞ്ഞ് ഇവർക്കെല്ലാം പരിചയപ്പെടുത്തും. അങ്ങനെ അവനെ കണ്ടപ്പോ തന്നെ ഗിൽഗും മൊത്തത്തിൽ അങ്ങ് വീണുപോയി. അതിനുശേഷം അവന് രാജാവിന്റെ പൈസ വാങ്ങിച്ചിട്ട് അവിടുന്ന് പെർഫോമൻസ് ചെയ്തോണ്ടിരിക്കുമ്പം ഇത് കാണുന്ന ജിയോങ്ങിന് മനസ്സിലാവും ഇവന് വെച്ചെന്നെ ഒരു സിനിമ ഫ്യൂച്ചർ ഇറക്കിയിട്ടുണ്ടെന്ന്. അങ്ങനെ അവരൊക്കെ അവിടെ നോമ്പരാണ് ഇവിടെ ഗൊങ്കിലും രാജാവിന്റെ കയ്യിരുന്ന പൈസയുടെ കൂടെ തന്നെ അതിനകത്ത് എഴുതി വെച്ച ലെറ്റർ വായിച്ചു നോക്കുമ്പോഴാണ് അവൻ അമ്പെയ്ത് കൊല്ലാൻ നോക്കിയത് ആരാന്ന് ഇവനെ കണ്ടെത്താൻ പറഞ്ഞാണ്. അങ്ങനെ രാജാവിന് വേണ്ടി സീക്രട്ട് ആയിട്ട് ഇവനാണ് എല്ലാ പണി ചെയ്തു കൊടുക്കുന്നത്. അതിനുശേഷം ഇവിടെ രാജാവും അവരോട് ഇതൊക്കെ കണ്ട് ഫുൾ എന്റർടൈൻമെന്റ് ആയാൻ ചോദിക്കുമ്പം അവളാണ് ദേശത്തി ഇതൊക്കെയാണ് ഒരു എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞ് ആ മാസ്ക് ഇട്ടനെ കണ്ട് ഇവർ മൊത്തത്തിൽ ഇപ്പൊ പേടിച്ചോ എന്നറിയും. അപ്പോഴാണ് ഇത് കേട്ട അവനും എല്ലാത്തിനും തിരിച്ചൊരു ഉത്തരം ഉണ്ടല്ലേ, നിനക്ക് ചാകാനാണോ ആഗ്രഹം, എങ്കിൽ പിന്നെ നിങ്ങൾ ആ കമ്പിയൊക്കെ ചൂടാക്കി വെച്ചേക്കുമല്ലേ എന്ന് ഇവൻ ചോദിക്കുമ്പം അവൾ അവിടെ മൊത്തത്തിൽ പേടിച്ചുപോയി. ഇവൻ ചൂട് വെക്കാൻ പോകണമെന്ന് പറഞ്ഞ് അവളുടെ ജീവൻ മൊത്തത്തിൽ പോകും. അതേസമയം അവിടേക്ക് വരുന്ന മൊക്ജു ആണ് ഇതെല്ലാം കണ്ടോണ്ടിരിക്കുമ്പം അടുത്തിരുന്ന് ഗിൽഗുമും വെറുതെ രാജാവിനെ ദേഷ്യപ്പെടുത്തി നമ്മുടെ ജീവൻ പോകണ്ടെന്ന് പറഞ്ഞ് അവൾ ജിയോങ്ങിനെ തടഞ്ഞിരുത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ ആ സമയത്താണ് അവൻ ആദ്യം ഗിൽഗുമിനെ തന്നെ പനിഷ് ചെയ്യാൻ വേണ്ടി അവളെ പിടിച്ച് കെട്ടിയിടും. അതുകൊണ്ട് അവള് പേടിച്ച് അവിടെ നിന്ന് കരഞ്ഞോണ്ടിരിക്കുമ്പം ജിയോങ് ആണ് മൊത്തത്തിൽ പേടിച്ചിട്ട് അവള് രാജാവിനോട് ക്ഷമ വഹിച്ചോണ്ടിരിക്കും. ഇതേക്ക് നവനാണ് കുറച്ചു സമയം മുമ്പ് എന്നെ എതിർത്ത് ഇങ്ങനെ സംസാരിച്ചിട്ട് ഇപ്പൊ പെട്ടെന്ന് പാവമായോ എന്ന് നവനും ചോദിക്കുമ്പം ഇവളാണ് അങ്ങനെ എതിർത്ത് സംസാരിക്കത്തില്ലെന്ന് പറഞ്ഞ് ഇനി ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്കത്തില്ലെന്ന് പറയും. ഇത് കേട്ട് അവന് സന്തോഷത്തി ഈ ഒരു വാക്കാണ് എനിക്കും വേണ്ട, എങ്കിൽ പിന്നെ ആ പെണ്ണെന്നെ വെറുതെ ഇട്ടേക്ക് എന്ന് ഇവൻ പറഞ്ഞിട്ട് അവരുടെ ഒരു ആശ്വാസപ്പെട്ട് ഇനി തിരിച്ച് ജയിലിലേക്കാണോ പറഞ്ഞയക്കാമോ എന്ന് ചോദിക്കും. അപ്പനാണ് അവനും ജയിലിലോ, എനിക്കിപ്പം നല്ല വിശപ്പുണ്ട്, അതുകൊണ്ട് നീ എനിക്ക് കഴിക്കാൻ വേണ്ടി ആഹാരം ഉണ്ടാക്കിത്ത എന്ന് നവൻ പറയുമ്പം ഇവളാണ് ഇവിടെ മൊത്തത്തിൽ ദേഷ്യത്തി ഇവനിപ്പം എന്റെ ആഹാരം വേണോ, എടാ കൊതിച്ച എന്റെ ഫുഡ് നിനക്ക് ഇഷ്ടപ്പെട്ടതും പോരാ എന്നിട്ട് നീ എന്നെ തന്നെ ടോർച്ചർ ചെയ്യുന്നു എന്ന് ഇവളിങ്ങനെ കരിപ്പിയിരിക്കുമ്പം അടുത്തിരുന്ന് ഗിൽഗുമാണ് മിണ്ടാതിരിക്കാതെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ പറയും. അപ്പരാണ് അവളും അവൾക്ക് സഹായത്തിന് കൂടെ ഗിൽഗുമും കൂടെ വേണമെന്ന് പറഞ്ഞ് അവളെയും കൂടെ ജയിലിൽ നിന്ന് രക്ഷിക്കാൻ നോക്കുമ്പം ഇത് കേട്ട് അവനും അങ്ങനെയാണ് രണ്ടുപേരും കൂടെ സന്തോഷത്തിൽ എനിക്ക് വേണ്ടി ആഹാരം ഉണ്ടാക്കിയോ, മുമ്പത്തെ പോലെ തന്നെ ആഹാരം അടിപൊളിയായിരിക്കണം എന്നിന് അവനും പറയുമ്പം അവൾ എന്തെങ്കിലും പ്രത്യേകിച്ച് രാജാവ് കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ചോദിക്കും. അപ്പോഴാണ് അവൻ ഓർത്ത് നോക്കിയിട്ട് എനിക്കോ ഈ തവണ നീ ഉണ്ടാക്കുന്ന ആഹാരം ഇതിന് മുമ്പ് ഉണ്ടാക്കിയതുപോലാണെങ്കിൽ നിന്റെ ജീവൻ കാണത്തില്ല, ഒരേശ് പുതിയതായിട്ടെല്ലാം എനിക്ക് ഇഷ്ടപ്പെടുന്നതിൽ ഉണ്ടാക്കുവാണ് നിനക്ക് ജീവിക്കാം, അതും എനിക്ക് ആഹാരം ഇഷ്ടപ്പെട്ട മാത്രം എന്നിന് അവനും പറയുമ്പം ഇതെല്ലാം കണ്ട് മൊക്ജുവും കുറച്ച് ദേഷ്യത്തിലായിരിക്കും അവിടെ നിന്ന് പോകുന്നത്. അതിനേശ് ഇവരെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി അവിടുത്തെ കിച്ചണിലേക്ക് വിളിച്ചോണ്ട് പോകുമ്പോഴാണ് അവിടെ ഇതുവരെ പാചകം ചെയ്തോണ്ടിരിക്കുന്ന അയാളാണ് ഒരു ലേഡി എങ്ങനെ പാചകം ചെയ്യുന്നെന്ന് പറഞ്ഞ് അയാൾ അതിനെ സമ്മതിക്കത്തില്ലെന്ന് പറയും. കാരണം പെണ്ണുങ്ങളൊക്കെ സഹായം ചെയ്യാൻ മാത്രമേ കൂടെ നിൽക്കാവൂ, അല്ലാതെ പാചകം ചെയ്യാൻ അവർക്ക് അനുവാദമില്ലെന്ന അങ്ങേര് പറയുന്നത്. പക്ഷെ പിന്നീടായിരിക്കും ഇവർ രണ്ടുപേരും കൂടെ പറഞ്ഞു കൊടുക്കുന്നത് ഇത് രാജാവിന്റെ ഉത്തരവായതുകൊണ്ട് ഇങ്ങേർക്ക് അതിനെ എതിർക്കാൻ പറ്റത്തില്ലെന്ന്. അങ്ങനെ അതുകൊണ്ട് അവരൊക്കെ കൂടെ ചെയ്യാൻ സഹായിക്കാതെ ദേഷ്യത്തിൽ അവിടെ നിന്ന് പോകുമ്പം ജിയോങ്ങും അവൾക്ക് സഹായത്തിന്റെ ആവശ്യമൊന്നുമില്ലെന്ന് പറഞ്ഞ് അവൾ ഒറ്റയ്ക്ക് തന്നെ ഗിൽഗുമിന്റെ സഹായത്തോടെ ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിക്കും. അപ്പോഴാണ് അവൾ അറിയാൻ വരുന്ന ഇന്നലെ രാജാവ് ഒരു മാനിനെ കൊന്നത് ഇപ്പോഴും ഫ്രഷ് ആയിട്ട് ഇവിടെ ഇരിപ്പുണ്ടെന്ന്. അങ്ങനെ അതുകൊണ്ട് അവളുടെ ഫേവററ്റ് ആയിട്ടുള്ള ഡിയർ സ്റ്റാക്ക് തന്നെ ഉണ്ടാക്കാന്ന് പറയുമ്പം ഇതേക്കുന്ന ഗിൽഗുമും ഡിയർ സ്റ്റാക്കോ അതെന്തോ സാധനം എന്നിന് അവൾക്കൊന്നും മനസ്സിലായില്ലെങ്കിലും കൂടെ ചെയ്യാൻ സഹായിക്കാൻ തീരുമാനിക്കും. അതിനെ ഈ കാര്യം അറിയാൻ വരുന്ന രാജാവിന്റെ അമ്മുമ്മയാണ്. അവർക്കും കുറച്ച് ദേഷ്യം വരും, ഒരു പെണ്ണിനെ എങ്ങനെ പാചകം ചെയ്യാൻ അവൻ സമ്മതിച്ചെന്ന്. ഇതേസമയം മൊക്ജുവും അവൾക്ക് പാചകം ചെയ്യാൻ അറിയാവോ അറിയത്തില്ലെന്ന് പറഞ്ഞ് ഒരാളെ കൊണ്ട് അന്വേഷിപ്പിക്കുമ്പം അവളാണ് ഇതിനുമ്പ് ഗവർണറിന് ഫുഡ് ഉണ്ടാക്കി കൊടുത്ത് അവിടെ രാജാവ് ആ ഫുഡ് സന്തോഷിച്ച് കഴിച്ച കാര്യമൊക്കെ പറയും. അതുകൊണ്ട് ഇവളും കുറച്ച് അസൂയപ്പെട്ട് എങ്കിൽ പിന്നെ ഈ തവണ അവളെ കൊണ്ട് നല്ലോണം ഉണ്ടാക്കാൻ പറ്റില്ലെന്ന് നോക്കാന്ന് പറഞ്ഞ് ഇവളിവിടെ തയ്യാറായിട്ട് തന്നെ ഇരിക്കും. അങ്ങനെ അതിനുശേഷം അവള് ഫുഡ് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ട് അവന്റെ റൂമിലേക്ക് കൊണ്ടുപോകുമ്പം അതേസമയം അവനും അവളും കൂടെ വേണമെന്ന് പറഞ്ഞ് അവന്റെ അടുത്ത് തന്നെ നിർത്തിയേക്കും. എന്നിട്ട് അവനും ഇന്നിവൾ ഉണ്ടാക്കിയ ആഹാരത്തിന്റെ പേരെന്തോന്ന് ചോദിക്കുമ്പം അവളും ഡിയർ സ്റ്റാക്കിന്റെ കൂടെ വേറെ എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞ് നമുക്ക് പോലും മനസ്സിലാവാത്ത പേരൊക്കെ പറയും. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന രാജാവിനും ഇവൾ എന്തോ പറയുന്നത് മനസ്സിലാവാതെ അന്തം വിട്ട് നിൽക്കും. പക്ഷെ എന്നിരുന്നാലും ഫുഡ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാന്ന് പറഞ്ഞ് ആദ്യം മറ്റേ ലേഡിയെ കൊണ്ട് അത് ടേസ്റ്റ് ചെയ്യിപ്പിക്കുമ്പം അവരാണ് കഴിച്ചു നോക്കിയിട്ട് സംഭവം അടിപൊളിയാന്ന് അവർ റിയാക്ഷൻ കൊടുക്കും. അതിനേശം അവനും ഇതിനകത്ത് പോയിസൺ ഒന്നില്ലെന്ന് പറഞ്ഞ് അവനത് കഴിച്ചു നോക്കുമ്പോഴാണ് അവൻ
അവൻ വീണ്ടും സ്വർഗത്തിലേക്ക് പോകും. അങ്ങനെ ഈ തവണ ഇവളുണ്ടാക്കി തന്ന ഫുഡ് അവന് ഹണ്ടിങ് ചെയ്യുന്ന ആ സ്ഥലത്തേക്ക് തന്നെ കൊണ്ടുപോയി. അങ്ങനെ അടുത്ത മാനിനെയൊക്കെ കണ്ട് അവനും മൊത്തത്തിൽ സുഖിച്ചു പോകാൻ അടുത്തായിട്ട് ഇവളും ഗ്രീൻ പീസിന്റെയും കൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞ് ഓരോ ഫുഡായിട്ട് ഇങ്ങനെ എടുത്തു കൊടുത്തോണ്ടിരിക്കും. അതിനേശം അവസാനമായിട്ട് അവളും അവളുടെ സ്പെഷ്യൽ ആയിട്ടുള്ള മീറ്റും കൂടെ ഉണ്ടെന്ന് പറയുമ്പോൾ അവനാണ് എങ്കിൽ പിന്നെ ഈ തവണ ഇത് ഇവള് ടേസ്റ്റ് ചെയ്യട്ടെന്ന് പറഞ്ഞ് അവളെ കഴിക്കാൻ പറയും. അതിനേശം അവളിത് കഴിച്ചു നോക്കുമ്പോഴാണ് ഇത് കാണുന്ന അവന് വീണ്ടും അവന്റെ അമ്മ ഓർമ്മ വരും. അങ്ങനെ കൊച്ചിലെ അവന്റെ അമ്മ എങ്ങനെയാണോ അവൻ ആഹാരമൊക്കെ ഇങ്ങനെ വാരി കൊടുക്കുന്നത്, അതേപോലെ ഇപ്പൊ ഇവളെ കൊണ്ട് ചെയ്യിപ്പിക്കണം തോന്നി അവനാണ് അവന് ഫുഡ് വാരിത്തരാൻ പറയും. അതുകൊണ്ട് അവളും രാജാവിന്റെ അടുത്ത് വേറെ പ്രശ്നം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് അവൾ അതേപോലെ വാരി കൊടുക്കുമ്പം അവൻ അവന്റെ അമ്മയെ കുറിച്ച് ആലോചിച്ച് ഇമോഷണലായി തുടങ്ങും. അങ്ങനെ സത്യത്തിൽ ഇത്ര അടിപൊളിയായിട്ട് ഇവൾ എവിടെ നിന്ന് ഇതൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചെന്ന് ചോദിക്കുമ്പം അവളാണ് എത്ര പ്രാവശ്യം പറഞ്ഞാലും അവള് ഫ്യൂച്ചറിൽ നിന്നാ വരുന്നതെന്ന് പറയും. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളത് വിശ്വസിക്കണമെന്ന് ഇവളെ കുറെ കെഞ്ചി നോക്കുമ്പം ഇതേക്ക് അവനാണ് ഞാനോട് മുമ്പേ പറഞ്ഞായിരുന്നല്ലേ, ഞാൻ വിചാരിച്ച് നിനക്ക് സുഖമായി കാണുന്നു, പക്ഷെ ഇപ്പോഴും നിന്റെ അവസ്ഥ മോശം തന്നെ എന്ന് ഇവളെ പ്രാന്തിയായിട്ട് തന്നെ അവൻ വിചാരിച്ചോണ്ടിരിക്കും. അതേസമയം അവിടേക്ക് വരുന്ന മൊക്ജു ആണ് രാജാവിനെ കണ്ട് സംസാരിക്കണം എന്ന് പറഞ്ഞിരുമ്പം അകത്ത് രാജാവ് ആഹാരം കഴിക്കാന്ന് പറഞ്ഞ് ഇവളാരും അകത്തേക്ക് കയറാൻ സമ്മതിക്കത്തില്ല. അതോടെ അവളും ദേഷ്യത്തി അകത്ത് രാജാവ് ജിയോങ്ങിനോട് സന്തോഷിച്ചിരിക്കുന്നുണ്ട്. ഇവൾ അസൂയപ്പെട്ട് അകത്തേക്ക് കയറാൻ നോക്കുമ്പം ഇവരാരും അകത്തേക്ക് കയറാൻ സമ്മതിക്കാൻ തടഞ്ഞിർത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അവളെ തന്നെ തടയാൻ ധൈര്യമായെന്ന് പറഞ്ഞ് അവൾ ഭയങ്കര ദേഷ്യത്തിരിക്കുമ്പം അകത്തിരുന്ന് ഈ ശബ്ദം കേൾക്കുന്ന അവനാണ് പുറത്ത് ആരാൻ ചോദിക്കും. അപ്പോഴാണ് ഇവിടെ മൊക്ജുവും ശല്യപ്പെടുത്തതിന് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് അവൾ രാജാവിന് ഇഷ്ടപ്പെട്ട പെയിന്റിംഗ് ആയിട്ട് വന്നേക്കോന്ന് പറയുമ്പം അവനാണ് അതൊക്കെ പിന്നെ കാണാന്ന് പറഞ്ഞ് ഇവളെ തിരിച്ച് മുറിയിലേക്ക് പോകാൻ പറയും. അങ്ങനെ ഇത് കേട്ട് അവളും ദേഷ്യത്തി ആദ്യമായിട്ട് ഇവളിങ്ങനെ അകത്തേക്ക് കയറാൻ സമ്മതിക്കാത്തെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകും. അതിനേശം ഇവിടെ രാജാവും പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് വരുമ്പം അവളാണ് ടെൻഷനായി ഇവൻ എന്തിന് ഇത്ര ക്ലോസ് ആയിട്ട് ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവനും ഇനി അവൻ ആഹാരം ഉണ്ടാക്കി തരുന്ന ഇനി തൊട്ട് ഇവളുടെ ജോലിയാന്ന് പറയും. അതിനേശം ഇവളും പുറത്തേക്ക് വരുമ്പോഴാണ് ചീഫ് സെക്രട്ടറി ആണ് ഇവളെ ഒറ്റയ്ക്ക് വിളിച്ചെടുത്തിയിട്ട് ഇവളെ രാജാവിന്റെ മുറിയിലേക്ക് ചെന്ന് എന്തൊക്കെ അറിഞ്ഞോ അതൊക്കെ അവനോട് അപ്പം തന്നെ ഒന്ന് പറയണമെന്ന് പറയും. ഇതേക്ക് അവളാണ് ഇവൻ അങ്ങനെ ഓസിന് സ്പൈ ജോലി ചെയ്യണമെന്ന് പറഞ്ഞ് അവള് പറ്റത്തില്ലെന്ന് പറയുമ്പം അവനും ഒരു ശിവളി സഹായം ചെയ്യുവാണ് ഇവൾക്ക് ശല്യമായിട്ട് ഇപ്പൊ പുറകെ നടക്കുന്ന ആ മൊക്ചുവിന്റെ അടുത്ത് നിന്ന് അവൻ സഹായിക്കാൻ പറയും. കാരണം രാജാവ് ഇതുവരെ ആഹാരം കഴിക്കുന്ന സമയത്തായാലും മൊക്ചുവിനെ തിരിച്ചു പറഞ്ഞായിട്ട് ഒരു ദിവസം പോലില്ല. അതുകൊണ്ട് ആദ്യമായിട്ട് ഇങ്ങനെ ചെയ്തോണ്ട് അവൾക്ക് ഇവളോട് ഭയങ്കര പകയായിരിക്കും എന്ന് പറഞ്ഞ് ഇവൻ സഹായിക്കാന്ന് പറയുമ്പം ഇതേക്കുന്ന അവളും ഇവൾക്ക് സഹായിക്കുവാണ് എങ്കിൽ പിന്നെ അതിന് വേറൊരു കാര്യം ചോദിക്കാന്ന് പറഞ്ഞ് അവളുടെ ഹാൻഡ് ബാഗ് കണ്ടെത്തി തരുവാണ് അവൾ ഈ ഡീലിനെ കുറിച്ച് ആലോചിക്കാന്ന് പറയും. അപ്പോഴാണ് ഇത് കേട്ട് അവനാണ് ഈ ഹാൻഡ് ബാഗ് എന്തോ സംബന്ധം മനസ്സിലാവാതെ കുറെ കൺഫ്യൂസ് ആയിരിക്കുമ്പം അവൾ ആ ഷേപ്പൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുത്ത് അവന് മനസ്സിലാക്കി കൊടുക്കാൻ നോക്കും. അപ്പോഴാണ് അവസാനം അവനത് പിടികിട്ടി രാജാവ് എടുത്തെറിഞ്ഞ ആ സാധനമാണെന്ന് പറഞ്ഞ് അവനത് കണ്ടെത്തി തരാൻ സമ്മതിക്കും. അങ്ങനെ അതിനേശം ഇവിടെ മൊക്ജുവും രാജാവ് എങ്ങനെ ഇവളെ കാണാതിരിക്കാൻ സമ്മതിച്ചെന്ന് പറഞ്ഞ് അവൾ ആ ദേഷ്യത്തി ജിയോങ്ങിന് എങ്ങനെയൊക്കെ ഇവിടെ നിന്ന് പറഞ്ഞയക്കണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവൾക്ക് ജോലി ചെയ്യുന്ന ലേഡിയും പറഞ്ഞു കൊടുക്കും അവളിപ്പോ പാചകം ചെയ്യുന്നുണ്ട് അവിടെ ഇവരുടെ ആൾക്കാരനെ പറഞ്ഞയച്ച് കുറെ ശല്യം ചെയ്യിപ്പിക്കുവാണ്, അവൾ എന്നെ ജീവനും കൈപിടിച്ചോണ്ട് ഇവിടെ നോടിപ്പോകുന്നു. അങ്ങനെ അതുകൊണ്ട് ഇവരങ്ങനെ പ്ലാൻ ചെയ്ത് അവൾക്ക് കിച്ചണിൽ വെച്ച് കുറെ ശല്യം കൊടുക്കുമ്പം അവളാണെ അതൊക്കെ കണ്ട് പേടിച്ചു പോകും. പക്ഷെ കൂടെയുള്ള ഗിൽഗുമാണ് പാമ്പ് വന്നാലും പാറ്റ വന്നാലും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് അവളെല്ലാം ധൈര്യമായിട്ട് ഫേസ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ ജോലിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് വേറെ ജയിലിലേക്ക് ചെല്ലുമ്പോഴാണ് അവർക്ക് സമാധാനം വരുന്നത്. അങ്ങനെ ജയിലായാലും ഇതാ സ്വർഗം പോലെ ഇപ്പൊ ഫീൽ ആവുന്നതെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടെ സംസാരിച്ചോണ്ടിരിക്കും. അതിനേശം ഇപ്പൊ അടുത്ത ദിവസം രാജാവിന്റെ അടുത്ത് അവിടെയുള്ള മന്ത്രിമാരൊക്കെ ചേർന്ന് പെറ്റീഷൻ വെച്ച് കാണും. രാജാവിനെ എതിർത്തതിന് ആ ഗവർണറിനെ നാട് കടത്തി, പക്ഷെ ആ ജിയോങ്ങിനെ മാത്രം ഒന്നും ചെയ്തില്ലെന്ന് പറഞ്ഞ് ഇതാണ് ന്യായം എന്ന് പറഞ്ഞ് എല്ലാരും രാജാവിനോട് ചോദിക്കുമ്പം അതേസമയം അവനാണ് ഒരു രാജാവിന്റെ തീരുമാനത്തെ നിങ്ങൾ ചോദ്യം ചെയ്യാൻ തുടങ്ങിയെന്ന് പറഞ്ഞ് അവനും ദേഷ്യപ്പെടുമ്പം എല്ലാരും കൂടെ അങ്ങ് സൈലന്റ് ആകും. അങ്ങനെ അതിനേശം അവനും ജിയോങ്ങിനെ അവിടേക്ക് വിളിച്ചെടുത്തിയിട്ട് അവൾക്കുള്ള ശിക്ഷ തരാൻ വേണ്ടി പോകുമ്പം ഈ സമയം നോക്കി മൊക്ജു ആണ് ഇപ്പൊ കൊട്ടാര ഫുള്ളും അവൾക്ക് പനിഷ്മെന്റ് കൊടുക്കാൻ വേണ്ടി എല്ലാവരും സംസാരിക്കലെന്ന് പറഞ്ഞ് ഇവളെ സന്തോഷത്തിലൊക്കെ ഇരിക്കും. കാരണം ഇവള് ചെയ്ത പരിപാടിയാണ് അത്. അതേപോലെ രാജാവ് വാളുമായിട്ട് ഇവളുടെ അടുത്തേക്ക് വരുമ്പം അവള് മൊത്തത്തിൽ പേടിച്ചിരിക്കും ഇവളെ കൊല്ലാൻ പോവാണെന്ന് പറഞ്ഞ്. പക്ഷെ അവനാണ് ഇവളുടെ പാചകം ഇതുവരെ അവന്റെ ജീവിതത്തിൽ ടേസ്റ്റ് പോലും ചെയ്ത് നോക്കിയിട്ടില്ലെന്ന് പറഞ്ഞ് അവൻ ഇനി തൊട്ട് ഇവളെ ഈ കൊട്ടാരത്തിലെ ചീഫ് കുക്കായിട്ട് അനൗൺസ് ചെയ്യും. അങ്ങനെ ഇത് കേട്ട് എല്ലാരും കൂടെ ഇതാണോ ശിക്ഷ എന്ന് പറഞ്ഞ് കുറച്ചുപേരൊക്കെ ദേഷ്യത്തിരിക്കുമ്പം അവനാണ് ഓരോ ദിവസവും വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കി ഇവനെ സന്തോഷിപ്പിച്ചാല് ഇവൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയും. അങ്ങനെ എന്നെങ്കിലും ഇവനെ ആഹാരം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതോടെ ഇവളുടെ മരണമെന്ന് പറഞ്ഞ് അവൾക്കിപ്പോ ശിക്ഷ കൊടുക്കും. അങ്ങനെ ഈ ഒരു സീനോടെയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇതിനേശം എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വെയിറ്റ് ചെയ്ത് അടുത്ത എപ്പിസോഡിൽ കാണാം.